+1 അക്കൗണ്ടൻസിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, സോ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ നിയർലി 20 മാർക്കിന് വരെ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്കും വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് എന്ത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് 20 മാർക്സ് എന്ന് പറഞ്ഞാൽ നിയർലി എത്രയായി, 1/3 ആയി. അതായത് 1/3 ഭാഗം നമുക്ക് എന്തായിരിക്കും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? 2023 പ്രീവിയസ് ഇയർ നമുക്കൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 20 മാർക്കിനാണ് ആ ഒരു വർഷം ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്ത്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകും മുമ്പ് പഠിച്ചു പോകേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ. ഹായ് ഓൾ, എന്റെ പേര് ബഹാവുദ്ദീൻ. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നൈസ് ആയിട്ട് ചോദ്യം നോക്കാം. ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? സോ ആ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് എന്ത് ചെയ്തിരിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് മാത്രം പോവാം. ഓക്കെ, രണ്ടാമത് മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഗ്രോസ് പ്രോഫിറ്റ് ആണ് ഈ ഒരു ചോദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ അല്ലേ? അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ ഈ ഇക്വേഷനും പഠിച്ചു വെക്കൽ എന്താണ്, വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് 100% പഠിക്കാതെ പോയത്, പഠിക്കാതെ പോയാൽ പണി കിട്ടും. ഓക്കെ, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണത് ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ്, ഇങ്ങനെ ഈ ഒരു രൂപത്തിലും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? അതായത് ഈ ഒരു പാറ്റേണിലും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? സോ ഒരു ക്വസ്റ്റ്യനെ തന്നെ ചിലപ്പോൾ എന്ത് ചോദിക്കും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനും ചോദിക്കും, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനും ചോദിക്കും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തേക്കാം, ചോദ്യം ചോദിച്ചേക്കാം. ക്ലിയർ അല്ലേ? സോ നിർബന്ധമായിട്ടും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പഠിച്ചിരിക്കുക. ഓക്കെ, സോ എല്ലാത്തിനും ഓരോ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ലൈവുകൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ എന്ത് ചെയ്യാം, ആ ലൈവുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് കാണാം, സെറ്റ് ആക്കാം, എന്താണ് ഇക്വേഷൻസ് എന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, തീരുമാനമാക്കാം. പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ അല്ലെ? ബാലൻസ് ഷീറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, നെക്സ്റ്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നീഡ് ഓർ ദ പർപ്പസ് ഓഫ് പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ്. എന്തിനാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന് നീഡ് ആൻഡ് പർപ്പസ് ആണ് അടുത്തത് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നോക്കി പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, അതായത് എന്താണ് ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ബാലൻസ് ഷീറ്റ് ഐറ്റംസ് വിത്ത് ഇമേജിനറി ഡീറ്റെയിൽസ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിന്റെ ഓർഡറിൽ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. ഓക്കെ, ഇതേ ചോദ്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു രൂപത്തിലും ചോദിക്കാം. എന്താണ്, ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് മാർഷലിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ഓക്കെ, എന്താണ് ബാലൻസ് ഷീറ്റിന്റെ ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താ, നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ അസറ്റിനെയും ലയബിലിറ്റിയെയും ഒരു പ്രത്യേക ഓർഡറിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ അല്ലെ? ഇങ്ങനെ ലിക്വിഡിറ്റിന്റെയോ പെർമനൻസിന്റെ ഓർഡറിൽ നമ്മൾ ബാലൻസ് ഷീറ്റിലെ അസറ്റിനെയും ലയബിലിറ്റിയെയും നമ്മൾ എന്താ പറയാ, റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രൂപ്പിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അഥവാ മാർഷലിംഗ് എന്ന് വിളിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ രണ്ട് രീതിയിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഒരു ഇമാജിനറി ബാലൻസ് ഷീറ്റ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തിന്റെ ബേസിൽ, ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റിന്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പം എങ്ങനെയാണ് ലിക്വിഡിറ്റിയുടെ ബേസിസിൽ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിനെ അറേഞ്ച് ചെയ്യുക എന്ന കാര്യം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെയില്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്, കുറച്ച് ഐറ്റംസ് നമ്മളെ മുമ്പിലേക്ക് തരും, എന്നിട്ട് നമ്മളോട് പറയും ലിക്വിഡിറ്റിന്റെ ഓർഡറിൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, ലിക്വിഡിറ്റിന്റെ ഓർഡറിൽ നമ്മളോട് എന്ത് ചെയ്യാൻ വേണ്ടി പറയും, ഈ കൊടുത്തിട്ടുള്ള ഐറ്റത്തെ തരംതിരിക്കാൻ വേണ്ടി പറയും, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറയും. പറഞ്ഞ കാര്യം ഓർഡറിലാക്കാൻ വേണ്ടി പറയും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്തായാലും നോക്കിയിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ബാഡ് ഡെപ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ബാഡ് ഡെപ്റ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നോക്കിയിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ? അതായത് എങ്ങനെയാണ് ബാഡ് ഡെപ്റ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലും എങ്ങനെയാണ് ബാഡ് ഡെപ്റ്റിനെ റെക്കോർഡ് ചെയ്യുക എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്തിരിക്കേണ്ടത്, പഠിച്ചിരിക്കേണ്ടത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ എന്ത് ചെയ്യും, ട്രയൽ ബാലൻസിൽ കുറച്ച് ഡാറ്റാസ് തരും, അതേപോലെ അഡ്ജസ്റ്റ്മെന്റിൽ കുറച്ച് ഡാറ്റാസ് തരും. ഓക്കെ, സോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അപ്പൊ നിങ്ങൾ നോക്കണേ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എവിടെയാണ് ട്രയൽ ബാലൻസ് എന്നുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി പറയുന്നുണ്ട് ട്രയൽ ബാലൻസിലെ ഡാറ്റാസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാവും. നോക്കിയേ, ഇവരുടെ ഡെപ്റ്റേഴ്സ് 38,000, ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് 22,500, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് 3,000. Given items are in the balance on 31st December. Okay, that means അത് ട്രയൽ ബാലൻസിലെ വാല്യൂ ആണെന്നാണ് അർത്ഥം. പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഓക്കെ, അതിനുശേഷം ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റിലെ വാല്യൂസ്
ബാക്കി താഴെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് നോക്കുകയാണെങ്കിൽ ബാഡ് ഡെപ്റ്റിന്റെയും അതേപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ഒരു 4 മാർക്സിനോ 5 മാർക്സിനോ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതേപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താണ്? The capital balances rupees 50,000 as per trial balance and you are required to provide 10% interest on capital. ഓക്കെ അല്ലേ? ഈ ഒരു 2 ക്വസ്റ്റ്യൻ ഞാൻ കൊടുത്ത റീസൺ എന്താന്ന് വെച്ചാല് നമുക്ക് ഓൾമോസ്റ്റ് എത്രത്തോളം അഡ്ജസ്റ്റ്മെന്റ് പഠിക്കാനുണ്ട്? 18ഓളം അഡ്ജസ്റ്റ്മെന്റ്സ് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, പഠിക്കേണ്ടതായിട്ടുണ്ട്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഈ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും സെപ്പറേറ്റ് ആയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഓക്കെ അല്ലേ? ഓരോ അഡ്ജസ്റ്റ്മെന്റ് സെപ്പറേറ്റ്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുഴുവൻ അഡ്ജസ്റ്റ്മെന്റും ഈ ഒരു വിഷയത്തിലേക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. 12 അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു രീതി നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. ഓക്കെ, ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. കാരണം ഈ 12ൽ ഏത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്തേക്കാം, എക്സാമിന് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചേക്കാം. എങ്ങനെയാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുക, എവിടെയാണ് ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ്മെന്റ് എന്താണ്, ബാലൻസ് ഷീറ്റിലെ ട്രീറ്റ്മെന്റ് എന്താണ്, എന്ത് ചെയ്തേക്കാം, എക്സാമിനേഷൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചേക്കാം. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാൻ എന്തുണ്ട്, ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ്. ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ചെയ്താന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജേർണൽ എൻട്രീസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12ഓളം അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്, ആദ്യത്തെ 12ഓളം അഡ്ജസ്റ്റ്മെന്റ്സ്. ഓക്കെ, ഈ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ജേർണൽ എൻട്രി നിർബന്ധമായിട്ടും പഠിച്ചതിന് ശേഷം മാത്രം എക്സാമിനേഷന് പോവാം. ഓക്കെ, ജേർണൽ എൻട്രി പഠിക്കൽ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയ ടെക്നിക്സ് എന്തുണ്ട്, ജേർണൽ എൻട്രിക്ക് ഉണ്ട്. ക്ലിയർ അല്ലേ? ആ ടെക്നിക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വാട്ട് മീൻ ബൈ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്ട്ലി ചോദിച്ചു. ഇവിടെയൊക്കെ നമുക്ക് പ്രോബ്ലം ആയിരുന്നു തന്നു. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു പ്രോബ്ലം തന്നു. 50,000 ആണ് ക്യാപിറ്റൽ, 10,000 ആണ് ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് പ്രോഫിറ്റ് ലോസിൽ കാണിക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക, ട്രീറ്റ്മെന്റ് എന്താണെന്നാണ് ചോദ്യം. എന്നാൽ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ എന്താണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, അതായത് ഡയറക്ട്ലി ചോദിക്കാണ് എന്താണ് ഈ അഡ്ജസ്റ്റ്മെന്റ്, ഈ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ഡെഫിനിഷൻ എന്താണ് എന്ന രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എന്താണ് അഡ്ജസ്റ്റ്മെന്റ്, ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നോട്ട് ആദ്യം റെക്കോർഡ് ചെയ്തിരിക്കണം. പറഞ്ഞാലും ക്ലിയർ അല്ലേ? സോ തിയററ്റിക്കലി നോക്കുമ്പോഴും ഓരോ അഡ്ജസ്റ്റ്മെന്റ്സും എന്താണ് എന്ന് നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കണം, പഠിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, എക്സാമിനേഷന് പോവാം. വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് ഒരു പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ ഒരു പ്രോബ്ലം ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നൈസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു 12 അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളത്. ഈ 12 അഡ്ജസ്റ്റ്മെന്റിനെയും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ എന്താണ് അഡ്ജസ്റ്റ്മെന്റ്സ്, എങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ്, എന്താണ് ജേർണൽ എൻട്രി, ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, വലിയ മല മറിക്കുന്ന പണിയൊന്നല്ല ഇത്. പഠിക്കാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ അല്ലേ? എന്ത് പഠിക്കാനോ ടെക്നിക്സ് ഉണ്ട്. ആ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ വേഗം ബ്രെയിനിൽ നിൽക്കും, വേഗം തലയിൽ നിൽക്കും, വേഗം മൈൻഡിൽ നിൽക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഇതിന് എക്സാമിനേഷൻ റീകോൾ ചെയ്യൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ ആണല്ലോ? സോ ആ ടെക്നിക്ക് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. on which side of the balance sheet the following items shown? താഴെ കൊടുത്തിരിക്കുന്ന ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ എവിടെയാണ് കാണിക്കുക? നമുക്കറിയാം അക്രൂഡ് ഇൻട്രസ്റ്റ് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്. നോക്കിയേ, നമ്മൾ ട്രീറ്റ്മെന്റ് പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അക്രൂഡ് ഇൻട്രസ്റ്റ് ബാലൻസ് ഷീറ്റിനെ എവിടെയാണ് കാണിക്കുക, അതാണ് ചോദ്യം. എങ്ങനെ ബാലൻസ് ഷീറ്റിനെ എവിടെയാണ് കാണിക്കുക എന്ന് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? എവിടെയാണ് കാണിക്കുക, റെക്കോർഡ് ചെയ്യുക. അതേപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തിട്ടില്ല, എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിന്റെ. ക്ലിയർ? സോ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുള്ളൂ, അഡ്ജസ്റ്റ്മെന്റ്സ് പഠിച്ചിരിക്കണം. ഈ ഒരു ടൈപ്പിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ടൈപ്പിലൊക്കെ എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ജേർണൽ എൻട്രി ആണ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ത് ചെയ്യും, ഇതേപോലെ എൻട്രീസ് കൊടുക്കും, എന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്കും. പറഞ്ഞാലും ക്ലിയർ അല്ലേ? എങ്ങനെ ഇതേപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജേർണൽ എൻട്രീസിന്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനലി 8 മാർക്കിന് അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് നിർബന്ധമായിട്ടും എന്തായാലും 100% 100% ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? സോ ഇത്രയും നേരം നിങ്ങൾ എന്ത് കണ്ടു, ക്വസ്റ്റ്യൻസ് കണ്ടു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതിനൊക്കെ ആൻസർ എവിടെ? ഓക്കെ, നിങ്ങൾക്ക് സ്വാഭാവികമായി നിങ്ങൾക്ക് ആ ചോദ്യം ഉണ്ട്, ഇതിനൊക്കെ ഉത്തരങ്ങൾ എവിടെ?
ധൈര്യമായിട്ട് കയറിക്കോ. ഇന്നത്തെ ലൈവ് ഉണ്ട് നമ്മൾ കൃത്യം 7:30. ഓക്കെ, മിനി മാരത്തോൺ ആണ്. സോ കൃത്യം 7:30 എല്ലാവരും ജോയിൻ ചെയ്തോ. ഈ ഒരു ടോപ്പിക്ക് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, തറവായിട്ട് പഠിച്ചേക്കാം. സോ മറ്റൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. നന്നായിട്ട് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.